अस्सलामुअलैकुम वरहमतुल्लाहि वबरकातुहू। अल्हम्दुलिल्लाहि रब्बिल आलमीन। അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഒരടിമയെ മറ്റൊരടിമയ്ക്ക് പകരമായി വിൽക്കുന്നത്, ഒരു മൃഗത്തിനെ മറ്റൊരു മൃഗത്തിന് പകരമായി വിൽക്കുന്നത് കടമായിട്ടാണ് വിൽക്കുന്നത്. നമ്മൾ ഈ കാര്യത്തിൽ മുമ്പ് പലതും കണ്ടിരുന്നു, പാടില്ല എന്ന് പറഞ്ഞിരുന്നു. ആഹാര സാധനങ്ങൾക്ക് പകരം ആഹാര സാധനങ്ങൾ കടമായി വിൽക്കാൻ പാടില്ല എന്നൊക്കെ. ബൈൽ അബ്ദി വൽ ഹയവാനി ബിൽ ഹയവാനി അന്നസിയത. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ ഒരു മൃഗത്തിനെ മേടിച്ചു. അതായത് യാത്ര ചെയ്യാനുള്ള ഒട്ടകത്തിനെയാണ്, റാഹില എന്ന് പറയുന്നത്. അതിനെ 4 ഒട്ടകങ്ങൾക്ക് പകരമായിട്ടായിരുന്നു മേടിച്ചത്. അപ്പോൾ യാത്രാ ഒട്ടകത്തിന് ഭയങ്കര വിലയാണ് എന്ന് വേണമെങ്കിൽ ഊഹിക്കാവുന്നതാണ്. നമ്മളൊക്കെ ഈ ഒട്ടകം കഴുത എന്നൊക്കെ പറയുമ്പോൾ അറബികളെ അല്ലെങ്കിൽ സഹാബാക്കളെ വളരെ ഒരു പുച്ഛത്തോടുകൂടി ചിലരൊക്കെ ചിന്തിക്കാറുണ്ട്. സഹാബാക്കൾ അന്ന് ഒരു ഒട്ടകം ഓടിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ഒരു ബെൻസ് BMW തുല്യമായ ഒരു കാര്യമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ ഒരു ഒട്ടകത്തിൻ്റെ പുറത്ത് പോകുന്ന നിസ്സാരൻ ആയി ഒരിക്കലും കാണരുത്. അന്നത്തെ കുതിര എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ താഴെ നിൽക്കും. കാരണം മരുഭൂമിയിൽ കുതിരയ്ക്ക് അത്ര പ്രാധാന്യമില്ല. കഴുത എന്ന് പറയുമ്പോൾ അതിൻ്റെ താഴെ നിൽക്കും. കോവർ കഴുത എന്നൊക്കെ പറയുമ്പോൾ അവിടെ എവിടെയെങ്കിലുമൊക്കെ നിൽക്കും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ കഴുത എന്നൊക്കെ പറയുന്നത് ഇന്നത്തെ മാരുതി ആയിട്ട് കൂട്ടാവുന്നതാണ്. ഒരു ഊഹം പറയുകയാണെങ്കിൽ അവരെ യാത്രാമാർഗ്ഗങ്ങളിൽ കുറഞ്ഞ യാത്രാമാർഗ്ഗം, അതുപോലെ യാത്രാമാർഗ്ഗങ്ങളിൽ കൂടിയ യാത്രാമാർഗ്ഗമായിരുന്നു ചുവന്ന നിറമുള്ള ഒട്ടകം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഒരു ഒട്ടകത്തിന് 4 ഒട്ടകമായിട്ടാണ് മാറ്റം വെച്ചത്, കടമായിട്ടാണ് മേടിച്ചത്. ആ 4 ഒട്ടകങ്ങളെ റബദ എന്ന് പറയുന്ന സ്ഥലത്ത് തന്നേക്കാം എന്നും പറഞ്ഞു. ഇബ്നു അബ്ബാസ് പറയുന്നു, ഒരൊട്ടകം 2 മെച്ചമായിരിക്കും. അതായത് ഒരൊട്ടകത്തിന് പകരം 2 ഒട്ടകം കൊടുത്ത് മേടിക്കാം. റാഫി ബിൻ ഖദീജ് ഒരിക്കൽ ഒരു ഒട്ടകത്തിന് മേടിച്ചു 2 ഒട്ടകങ്ങൾക്ക് പകരമായിട്ട്. അതിന് അദ്ദേഹം ഒരൊട്ടകത്തിന് അപ്പം തന്നെ കൊടുത്തു, ഒരൊട്ടകത്തിന് പിന്നീടാണ് കൊടുത്തത്. അപ്പോൾ മൃഗങ്ങൾക്ക് പകരമായി മൃഗങ്ങൾ വാങ്ങിക്കുകയോ കൊടുക്കുകയോ ചെയ്യുമ്പോൾ കൂടുതലോ കുറവോ കൊടുത്ത് വാങ്ങിക്കാം, അതിൻ്റെ ക്വാളിറ്റി അനുസരിച്ചിട്ട്. കൂടിയ മൃഗമാണെങ്കിൽ ഇപ്പോൾ അറേബ്യൻ കുതിര എന്നൊക്കെ പറഞ്ഞ ലോകത്തിൽ ഇപ്പോഴും ഏറ്റവും ഡിമാൻഡുള്ളതാണ്. അപ്പോൾ അതുപോലെ ചുവന്ന ഒട്ടകം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള ഒട്ടകത്തിൽപ്പെട്ടതാണ്. അപ്പോൾ അത് വാങ്ങിക്കുമ്പോൾ കൂടുതൽ ഒട്ടകങ്ങൾ കൊടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ വാങ്ങിക്കാം, കടമായിട്ടും വാങ്ങിക്കാം. അള്ളാഹു ഉദ്ദേശിച്ചാൽ 2ാമത്തെ ഒട്ടകത്തിനെ നിനക്ക് നാളെ വലിയ താമസമൊന്നും കൂടാതെ എത്തിച്ചു തന്നേക്കാം എന്നും പറഞ്ഞു. അപ്പോൾ നമ്മൾ എന്തെങ്കിലും കാരണവശാൽ വരാൻ പറ്റാതിരിക്കുകയോ അപകടം പറ്റുകയോ മരിച്ചു പോവുകയോ ചെയ്തു കഴിഞ്ഞാൽ അതിൽ ഞാൻ ഉത്തരവാദിയല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഇൻഷാ അല്ലാഹ്. ഇതിൽ മുസയ്യിബ് പറയുന്നു, അതിൽ പലിശയില്ല. അവസാനത്തിൽ നമ്മൾ നേരത്തെ കണ്ടത് അരിക്ക് പകരം അരി, ധാന്യത്തിന് പകരം ധാന്യം മേടിക്കുകയൊക്കെ ചെയ്താൽ അത് പലിശയായിട്ട് കൂട്ടും എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇതിൽ മൃഗങ്ങളിൽ പലിശ ഇല്ല. അപ്പോൾ ഒരു മൃഗത്തിന് പകരം വേറൊരു മൃഗമോ അല്ലെങ്കിൽ ഒരു മൃഗത്തിന് പകരം 2 അല്ലെങ്കിൽ 1 പകരം 4 കൊടുത്ത് വാങ്ങിച്ചാലും കടമായി മേടിച്ചാലും അതിൽ പലിശ ഇല്ല. അതായത് ഒരൊട്ടകത്തിന് പകരം 2 കൊടുക്കുന്നത്, അതല്ലെങ്കിൽ ഒരൊട്ടകത്തിന് പകരം 2 ഒട്ടകവും അതും കടമായിട്ട്, ഒരു ആടിന് പകരം 2 ആട് അതും കടമായിട്ട്, ഇതൊന്നും കുഴപ്പമില്ല. ഇബ്നു സിരീൻ പറയുന്നു, ഒരൊട്ടകത്തിന് പകരം 2 ഒട്ടകത്തിനെ വച്ച് വിൽക്കുന്നത് അല്ലെങ്കിൽ കൈമാറ്റം ചെയ്യുന്നത് അതും കടമായിട്ട്, ഇതിലൊന്നും ഒരു തെറ്റും ഇല്ല. واشترى ابن عمر راحلة فأربعة أبعرة مضمونة عليه يوفيها صاحبها بالربذة. وقال ابن عباس قد يكون البعير خيرا من البعيرين. واشترى رافع بن خديجة بعيرا ببعيرين فأعطاه أحدهما وقال آتيك بالآخر غدا رهوا إن شاء الله. وقال ابن المسيب لا ربا في الحيوان البعير بالبعيرين والشاة بالشاتين إلى أجل. وقال ابن سيرين لا بأس بعير ببعيرين ودرهم بدرهم نسيئة. അനസ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, യുദ്ധത്തടവുകാരുടെ കൂട്ടത്തിൽ സഫിയ്യ ഉണ്ടായിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നീട് കല്യാണം കഴിക്കാൻ പോകുന്ന റസൂലിൻ്റെ ഭാര്യയായിരുന്ന ഉമ്മത്തുൽ മുഅ്മിനീൻ ആയിരുന്ന സഫിയ്യ റളിയല്ലാഹു അൻഹയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു യുദ്ധം കഴിയുമ്പോൾ അതിൽ തടവുകാരിൽ കുറേ പേരുണ്ട്, അതിൽ സഫിയ്യ ഉണ്ട്. അത് ആ നാട്ടുകാരുടെ, ആ രാജ്യത്തിൻ്റെ ഗോത്ര തലവൻ്റെ അല്ലെങ്കിൽ അവിടുത്തെ രാജാവിൻ്റെ മകളാണ്. അവരെ ആദ്യം ദിഹ്യ അൽ കൽബി എന്ന് പറയുന്ന ആൾക്കാണ് കൊടുത്തത്, പിന്നീട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കൊടുത്തു. അപ്പോൾ ഇങ്ങനെ വീതം വെച്ച് വരുമ്പോൾ കുന്തം, കുതിര, ഒട്ടകം, കഴുത, പറച്ചട്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കിട്ടുന്നതെല്ലാം വീതം വയ്ക്കുക ആളുകൾക്ക് വിലയിട്ടിട്ട്. ഇപ്പോൾ ഇത് എത്ര, 100 പേര് യുദ്ധത്തിൽ പങ്കെടുത്തു, അപ്പോൾ അതിന് 100 വീതം വയ്ക്കുന്നു. ഈ പറച്ചട്ട എടുത്തോ പകരം പകുതി പൈസ ഇങ്ങോട്ട് തരണം, ഇതിന് പകുതി വിലയ്ക്കുള്ള അവകാശം, അല്ലെങ്കിൽ നിനക്ക് ഒരടിമ, 2 അടിമ, ഒരു പെണ്ണടിമ, വലിയ ആണടിമ, അങ്ങനെയൊക്കെ പറഞ്ഞാൽ അതിനൊക്കെ വില കണക്കാക്കിയിട്ട് അവിടെ വെച്ച് വീതം ചെയ്യും. വലിയൊരു പരിപാടിയാണത്. തെറ്റുകൾ വരാൻ സാധ്യതയുള്ള, സൂക്ഷ്മത ആവശ്യമുള്ളൊരു കാര്യമാണത്.
അങ്ങനെ കൊടുക്കുമ്പോൾ ദിഹിയാൽ കൽബിക്കാണ് സഫിയയെ കൊടുത്തത്. പക്ഷെ പിന്നീട് ആരൊക്കെയോ ചെന്ന് പറഞ്ഞു റസൂലിൻ്റെ അടുത്ത്, റസൂലെ ഇങ്ങനെയൊരു സംഭവമുണ്ട്, അത് അവിടുത്തെ ഗോത്രത്തലവൻ്റെ മകളാണ്, അപ്പോൾ അത് നിങ്ങൾക്ക് മാത്രമേ ചേരുള്ളൂ, വേറെ ആർക്കും ചേരില്ല എന്ന് പറയുമ്പോൾ റസൂല് ദിഹിയാൽ കൽബിയെ വിളിച്ചു വരുത്തി അന്നത്തെ അടിമ സ്ത്രീക്കുള്ള ഒരു വില കണക്കാക്കി ആ പൈസ കൊടുത്ത് അവർ സ്വതന്ത്രയാക്കി. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കല്യാണം കഴിക്കുന്നതാണ്. ദിഹിയാൽ കൽബി എന്ന് പറയുമ്പോൾ 99% എനിക്ക് തോന്നുന്നത് യൂസുഫ് മിൻ ബനു കൽബ് എന്ന് പറയുന്ന ഒരാളായിരിക്കണം. ജിബ്രീൽ അലൈഹിസ്സലാം റസൂലിൻ്റെ അടുത്തേക്ക് മനുഷ്യരൂപത്തിൽ വരുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാമിന് ഭയങ്കര സ്റ്റാൻഡേർഡൊക്കെ ഉള്ള ഒരാളാണ്, സ്റ്റാറ്റസ് ഉണ്ട്, തറ പരിപാടികൾക്കൊന്നും നിൽക്കില്ല എന്ന് പറഞ്ഞാൽ ജിബ്രീൽ അലൈഹിസ്സലാം ഒരു നാട്ടിൽ മനുഷ്യരൂപത്തിൽ വന്നാൽ ആ നാട്ടിലെ ഏറ്റവും സുന്ദരനായ മനുഷ്യൻ്റെ രൂപത്തിലായിരുന്നു വരിക. അപ്പോൾ ദിഹ്യ എന്ന് പറയുന്ന ആൾ ബനു കൽബിലെ യൂസുഫാണ് എന്നാണെന്നായിരുന്നു അന്ന് പറഞ്ഞിരുന്നത്. അതായത് ഏറ്റവും സുന്ദരനായ മനുഷ്യൻ യൂസുഫ് അലൈഹി സ്വലാമിനെയാണ് ഉദ്ദേശിക്കുന്നത്. ആ ഗോത്രത്തിലെ യൂസുഫാണ്. അപ്പോൾ നമ്മളൊക്കെ പറയും നമ്മുടെ മമ്മൂട്ടി എന്നൊക്കെ പറയുന്നത് പോലെ, അല്ലെങ്കിൽ സിൽമാദൻ എന്നൊക്കെ പറയുന്നത് പോലെ അവിടുത്തെ ഏറ്റവും സുന്ദരനായ മനുഷ്യനായിരുന്നു ദിഹ്യ. അപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാം പലപ്പോഴും വരുമ്പോൾ ആ രൂപത്തിലായിരുന്നു വരാറുണ്ടായിരുന്നത്. ജിബ്രീൽ അലൈഹി സ്വലാം ഏത് നാട്ടിലും ഏത് കാലഘട്ടത്തിലും പോയിട്ടുണ്ടെങ്കിൽ മനുഷ്യരൂപത്തിലാണെങ്കിൽ ആ നാട്ടിലെ ഏറ്റവും സുന്ദരനായ മനുഷ്യൻ രൂപത്തിലാണ് പോയിട്ടുണ്ടാവുക. അപ്പോൾ നമുക്കറിയാം മറിയം അലൈഹി സ്വലാമിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ബഷറൻ സവിയ്യ എന്നാണ് പറയുന്നത്. അതായത് എല്ലാം ഒത്ത് ഇണങ്ങിയ, എല്ലാം തുല്യമായ, അതായത് വലത്തെ കൈയുടെ നീളം പോലെ തന്നെ ഇടത്തെ കൈയും, വലത്തെ കാലിൻ്റെ നീളവും വണ്ണവും പോലെ തന്നെ ഇടത്തെ കാലും, കണ്ണ് സാധാരണ. പക്ഷേ മനുഷ്യർക്കൊക്കെ ചെറിയ ഇടതുവശത്തിന് ചെറിയ വലിപ്പക്കുറവൊക്കെ ഉണ്ടാവാറുണ്ട്. എല്ലാം തികഞ്ഞ രണ്ട് വശവും ഒരുപോലെയുള്ളൊരു മനുഷ്യൻ എന്നാണ് അതിൽ പറയുന്നത് ബഷറൻ സവിയ്യ. അപ്പോൾ ആ നാട്ടിലെ ഏറ്റവും സുന്ദരനായ മനുഷ്യൻ രൂപത്തിലായിരിക്കും എന്തുണ്ടാവുക. മറിയം അലൈഹി സ്വലാം പറഞ്ഞു, നിനക്ക് അള്ളാഹുവിനെ പേടിയുണ്ടെങ്കിൽ, അല്പമെങ്കിലും നാണമുണ്ടെങ്കിൽ ഓടിപ്പോ എന്ന് പറയും. അള്ളാഹുവിനെ വെച്ചിട്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ജിബ്രീൽ അലൈഹി സ്വലാമിന് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അപ്പോൾ തന്നെ രൂപം മാറി ഒരു പ്രകാശവും ശബ്ദവും മാത്രമായി മാറിയിട്ട് പറഞ്ഞു, ഞാൻ മനുഷ്യനല്ല, ഞാൻ അള്ളാഹുവിൻ്റെ അടുത്തു നിന്നുള്ള റസൂലാണ് എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നത് സൂറത്ത് മറിയമിലുണ്ട്. വിശദമായിട്ട് നിങ്ങളത് കാണുക, ഖുർആനെ അറിയുക എന്നുള്ള പരമ്പരയിൽ അത് ചെയ്തിട്ടുണ്ട്. 19ാമത്തെ സൂറത്ത്. أنس رضي الله عنه قال كان في السبت صفية فصارت إلى دحية الكلب ثم صارت إلى النبي صلى الله عليه وسلم. അടിമകളുടെ കച്ചവടം ബൈ റഖീഖി. അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, അദ്ദേഹം അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു അൻസാരി മനുഷ്യൻ അങ്ങോട്ട് വന്നു എന്നിട്ട് ചോദിച്ചു, അല്ലാഹുവിൻ്റെ റസൂലേ, ഞങ്ങൾക്ക് പെണ്ണടിമകളെയാണ് യുദ്ധം മുതലായി കിട്ടുന്നത്, ഞങ്ങൾക്കത് വേണ്ട, ഞങ്ങൾക്ക് അതിനുള്ള പൈസ മതി. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ സ്ഖലനം ഉണ്ടാകുന്നതിന് മുമ്പ് ലിംഗം പുറത്തെടുക്കുന്നതിനെയാണ് കോയിറ്റസ് ഇൻറ്ററപ്റ്റസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനെപ്പറ്റി താങ്കളുടെ അഭിപ്രായം എന്താണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നിങ്ങളത് ശരിക്കും ചെയ്യാറുണ്ടോ? അങ്ങനെ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്, ചെയ്യാൻ പാടില്ല എന്ന് തീർത്ത് പറഞ്ഞിട്ടില്ല. കാരണം വിശദീകരണമായിട്ട് പറയുന്നത്, അള്ളാഹു ഏതൊരു ആത്മാവിനെ ജീവിക്കണം എന്ന് ഉദ്ദേശിച്ചുവോ അത് ഉണ്ടായി വരും. അതായത് കുട്ടികളുണ്ടാകുന്ന കാര്യമാണ് ഈ പറയുന്നത്, അത് തീർച്ചയായും ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മളത് പുറത്തെടുത്തില്ല എന്നതുകൊണ്ട്, അല്ലെങ്കിൽ കുട്ടികളുണ്ടാവുന്നത് തീരുമാനിക്കുന്ന അള്ളാഹു ആണ് എന്ന് റസൂൽ സ്ഥാപിക്കുകയാണ്. أن أبا سعيد الخدري رضي الله عنه أخبره أنه بينما هو جالس عند النبي صلى الله عليه وسلم قال يا رسول الله إنا نصيب صبيا فنحب الأثمان فكيف ترى في العزل؟ فقال أو إنكم تفعلون ذلك لا عليكم ألا تفعلوا ذلكم فإنها ليست نسمة كتب الله أن تخرج إلا هي خارجة. മുമ്പുള്ള ഹദീസിൻ്റെ വിശദീകരണത്തിൽ പറയുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഫിയ്യയെ അദ്ദേഹത്തിന് വേണ്ടി എടുത്തു. എന്നിട്ട് അദ്ദേഹം ദിഹിയയോട് പറഞ്ഞു, നീ മറ്റൊരു അടിമ സ്ത്രീയെ എടുത്തുകൊള്ളുക ആ തടവുകാരിൽ നിന്നും എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൽ പറഞ്ഞത് ഒരടിമയെ വേറൊരു അടിമയ്ക്ക് പകരമായി വാങ്ങിച്ചു, അല്ലെങ്കിൽ കച്ചവടം നടത്തി, അല്ലെങ്കിൽ മാറ്റം നടത്തി. പക്ഷെ കടമായിട്ടാണ്, മറ്റേ ആൾ കൊടുത്തിട്ടില്ല. അത് ഇന്ന് ഇതിനെടുത്തോ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടില്ല, പകരം നീ അവിടെ പോയി വേറെ എടുത്തോ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് അനുവദനീയമാണ്. മുദബ്ബർ ആയിട്ടുള്ള ഒരു അടിമയെ വിൽക്കുന്നത്, മുദബ്ബർ എന്ന് പറഞ്ഞാൽ എൻ്റെ മരണശേഷം നീ സ്വതന്ത്രനാണ് എന്ന് പറഞ്ഞു വച്ചിരിക്കുകയാണ് ഉടമ. അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ വിൽക്കുന്നതിലെ നിയമം, കാരണം അയാൾ അവിടെ തന്നെ നിൽക്കുകയാണെങ്കിൽ ഇയാൾ ചാവുമ്പോഴെങ്കിലും സ്വാതന്ത്ര്യം കിട്ടും എന്നൊരു പ്രതീക്ഷയുണ്ട്. വിറ്റ് കഴിഞ്ഞാൽ അത് ഇല്ല. ബൈൽ മുദബ്ബരി. ജാബിർ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മുദബ്ബറിനെ വിറ്റു, അദ്ദേഹത്തിൻ്റെ ഉടമസ്ഥൻ്റെ പകരമായിട്ട്, അദ്ദേഹത്തിൻ്റെ ഉടമസ്ഥൻ്റെ പ്രതിനിധിയായിട്ട്. അയാൾ ജീവിച്ചിരിക്കുന്നുണ്ടായിരുന്നു, അയാൾക്ക് പൈസയ്ക്ക് ആവശ്യം ഉണ്ടായിരുന്നു.
അപ്പോൾ റസൂൽ നേരിട്ട് വിറ്റതായിട്ടാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് അനുവദനീയമാണ്. അതായത് ഞാൻ മരിച്ചതിന് ശേഷം എന്നാണ് പറയുന്നത്. അപ്പോൾ ജീവിച്ചിരിക്കുന്നു, കുഴപ്പമില്ലായിരിക്കും. അൻ ജാബിറിൻ റളിയല്ലാഹു അൻഹു ഖാല ബഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മുദബ്ബർ. ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മുദബ്ബറിനെ വിറ്റു. ഫത്ഹുൽ ബാരിയിൽ കൂടുതൽ വിശദീകരണമുണ്ട്. സമയ ജാബിർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു യഖൂലു ബഅഹു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. സെയ്ദ് ഇബ്നു ഖാലിദും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുമായും വിശദീകരിക്കുന്നു, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു കല്യാണം കഴിക്കാത്ത അടിമ പെൺകുട്ടിയെ പറ്റി ചോദിക്കപ്പെട്ടു. അവർ വിവാഹേതര ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നു. അദ്ദേഹം പറയുന്നത് അവർ കേട്ടു, അവളെ അടിക്കുക. അവൾ വീണ്ടും വിവാഹേതര ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ അവളെ വീണ്ടും അടിക്കുക. മൂന്നാമതോ അതല്ലെങ്കിൽ നാലാമത്തെ പ്രാവശ്യമോ അവൾ ഈ തെറ്റാവർത്തിച്ചാൽ അവളെ വിറ്റുകളയുക. വിശദീകരണത്തിൽ പറയുന്നു, അടിമ പെൺകുട്ടി അവിഹിത ബന്ധത്തിൽ ഏർപ്പെട്ടാൽ അവളെ 50 അടിയാണ് അടിക്കേണ്ടത്. ഇത് സാധാരണ സ്വതന്ത്രരായ മനുഷ്യർക്ക് ഉള്ളതിൻ്റെ പകുതി ആകുന്നു. കാരണം അടിമകൾക്ക് എല്ലാ കാര്യത്തിലും പകുതിയാണ്. ഈ 50 അടി എന്ന് പറയുന്നത് കല്യാണം കഴിക്കാത്ത സ്വതന്ത്രനായ ഒരു മനുഷ്യന് കിട്ടുന്ന 100 അടിയുടെ പകുതിയാവുന്നു. അപ്പോൾ കല്യാണം കഴിക്കാത്ത ഒരാൾ അവിഹിത ബന്ധത്തിൽ ഏർപ്പെട്ടാൽ 100 അടിയാകുന്നു. കല്യാണം കഴിക്കാത്ത ഒരടിമ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ 50 അടിയാകുന്നു, അതിൻ്റെ പകുതി. കല്യാണം കഴിച്ച ആളുകൾക്കായിരിക്കണം കല്ലെറിഞ്ഞു കൊല്ലുക എന്നുള്ളത്. അപ്പോൾ ഇതിൽ പറയുന്നു, കല്ലേറ് അവിഹിത ലൈംഗിക ബന്ധത്തിന് ശുപാർശ ചെയ്യപ്പെടുന്നില്ല. തൊട്ടുമുമ്പുള്ള ഹദീസിൻ്റെ വിശദീകരണത്തിൽ മൂന്നാമത്തെയോ നാലാമത്തെയോ എന്നുള്ളൊരു സംശയം വരുന്നുണ്ട്. അടിമ പെൺകുട്ടി അവിഹിത ബന്ധത്തിൽ ഏർപ്പെടുന്നത് 3 or 4 പ്രാവശ്യം ആവർത്തിച്ചാൽ, അപ്പോൾ 3 ആണോ പറഞ്ഞത് 4 ആണോ പറഞ്ഞത് എന്ന് അവർക്ക് ഉറപ്പില്ല. അഖ്ബറഹു അന്ന സെയ്ദ് ഇബ്നു ഖാലിദിൻ വഅബൂ ഹുറൈറത റളിയല്ലാഹു അൻഹുമാ അഖ്ബറഹു അന്നഹുമാ സമിഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുസ്അലു അനിൽ അമതി തസ്നി വലം തുഹ്സൻ ഫഖാല ഇജ്ലിദൂഹ ثم إن زنت فاجلدوها ثم بيعوها بعد الثالثة أو الرابعة. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, നിന്റെ ഒരു അടിമ പെൺകുട്ടി അവിഹിത ബന്ധത്തിൽ ഏർപ്പെട്ടാൽ എന്നിട്ട് ആ അവിഹിത ബന്ധം തെളിയിക്കപ്പെട്ടാൽ അവളെ അടിക്കുക. പിന്നീട് അവളെ ആരും കുറ്റം പറയാൻ പാടില്ല. അപ്പോൾ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ കൊടുത്തു കഴിഞ്ഞു. പിന്നീട് ഇങ്ങനെ കാണുമ്പോഴൊക്കെ ചൂണ്ടിയിട്ട് ഈ എന്ന് ചിരിക്കുക, കളിയാക്കുക, മാർക്കറ്റിൽ നിന്ന് സംസാരിക്കുക, അതല്ലെങ്കിൽ അവളെ പോകുന്ന വഴിക്കൊക്കെ നീ അത്തരക്കാരിയല്ലേ എന്ന് പറയാനൊന്നും പാടില്ല. അതോടുകൂടി ആ കുറ്റം തീർന്നു എന്നാണ് പറയുന്നത്. നമുക്കൊക്കെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ ഒരാൾ കൊലപാതകി ഇപ്പോൾ നാട്ടിലെ ശിക്ഷാ നിയമം അനുസരിച്ച് 6 കൊല്ലം 7 കൊല്ലം ഒക്കെ ജയിലിൽ കിടന്ന് തിരിച്ചു വന്നാൽ അയാളെ ഉൾക്കൊള്ളാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. നമ്മുടെ ഒരു സ്വഭാവ സവിശേഷം അല്ലെങ്കിൽ നാട്ടിൻ്റെ വളർത്ത് ദോഷം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അയാളെ കൊലപാതകയായിട്ടാണ് ജീവിതകാലം മുഴുവൻ കാണുന്നത്. അപ്പോൾ അതുപോലെ തന്നെ പല കാര്യങ്ങളിലും അയാൾക്കുള്ള ശിക്ഷ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അയാളെ ആ കാര്യത്തിന് കുറ്റം പറയാൻ പാടില്ല എന്നാണ് ഇവിടെ പറയുന്നത്. അവൾ വീണ്ടും അവിഹിത ബന്ധത്തിൽ ഏർപ്പെട്ടാൽ രണ്ടാമതും അവളെ വീണ്ടും അടിക്കുക. അടിച്ചു കഴിഞ്ഞാൽ അവളെ അതിനെ കുറ്റക്കാരിയാക്കി പറയാൻ പാടില്ല. അവൾ ആ തെറ്റ് 3ാമത്തെ പ്രാവശ്യം ആവർത്തിച്ചാൽ, ആ അവിഹിത ബന്ധം തെളിയിക്കപ്പെട്ടാൽ അവളെ വിൽക്കുക. മുടി കെട്ടുന്ന കയറിനാണെങ്കിലും, അപ്പോൾ നമ്മുടെ ഭാഷയിലൊക്കെ പറഞ്ഞാൽ റബ്ബർ ബാൻഡ് 5 രൂപ 10 വിലയുള്ള മുടി കെട്ടുന്ന ആ സാധനത്തിനാണെങ്കിൽ പോലും അവളെ വിറ്റ് കളഞ്ഞു. അതായത് പിന്നെ അവൾക്കൊരു വിലയുമില്ല, എന്തായാലും ഒഴിവാക്കണം. എത്ര നിസ്സാര വിലയാണെങ്കിൽ പോലും, ചിലപ്പോൾ കോടിക്കണക്കിന് വിലയുള്ളതായിരിക്കും ഒരു അടിമ എന്ന് പറയുന്നത്, അതിന് വെയിറ്റ് ചെയ്യാതെ നിസ്സാരമായ വിലയ്ക്ക് വിറ്റ് കളയുക. അൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു ഖാല സമഅതു നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു ഇദാ സനത് അമഹു അഹദികും ഫതബയ്യന സിനാഹ ഫൽയജ്ലിദഹ الحد ولا يثرب عليها ثم إن زنت فليجلدها الحد ولا يثرب ثم إن زنت الثالثة فتبين زناها فليبيعها ولو بحبل من شعر. ഒരു അടിമ പെൺകുട്ടിയുമായി ഒരാൾക്ക് യാത്ര ചെയ്യാവുന്നതാണ്, അവൾ ഗർഭിണിയാണോ അല്ലയോ എന്ന് അറിയില്ലെങ്കിൽ അല്ലെങ്കിൽ അറിയാതെ. ഹൽ യുസാഫിറു ബിൽ ഖാരിയതി ഖബ്ല അൻ യസ്തബ്രിഅഹ. അൽ ഹസൻ അതിൽ തെറ്റൊന്നും കാണുന്നില്ല. അവളുടെ ഉടമസ്ഥനാണ്, ആ അടിമ സ്ത്രീയുടെ ഉടമസ്ഥൻ അവളെ കെട്ടിപ്പിടിക്കുകയോ ഉമ്മം വയ്ക്കുകയോ ഒക്കെ ചെയ്യുന്നതിൽ തെറ്റൊന്നും കാണുന്നില്ല. വലം യറൽ ഹസനു ബഅസൻ അൻ യുഖബ്ബിലഹ ഔ യുബാശിറഹ. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, ഒരു അടിമ പെൺകുട്ടി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ യോഗ്യയാണ് അല്ലെങ്കിൽ പ്രായമായതാണ്. അങ്ങനെയുള്ള ഒരു പെൺകുട്ടിയെ ആർക്കെങ്കിലും സമ്മാനമായി കൊടുത്തു, അല്ലെങ്കിൽ അവളെ വിറ്റു, അതല്ലെങ്കിൽ അവളെ സ്വതന്ത്രയാക്കി. അങ്ങനെയാണെങ്കിൽ അവളുടെ ഉടമസ്ഥന്
ഒരു ആർത്തവം വരുന്നതുവരെ അവളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പാടില്ല. കാരണം ഗർഭിണിയല്ല എന്ന് ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. പക്ഷെ കന്യകയായ ഒരു പെൺകുട്ടിയാണെങ്കിൽ ഈ കാത്തിരിപ്പിൻ്റെ ആവശ്യം ഇല്ല. വഖാല ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ ഇദാ ഉഹിബത്തിൽ വലീദത്തില്ലത്തി തുതഉ ഔ ബിയാത്ത് ഔ അതഖത്ത് ഫൽ യുസ്തബ്റഉ റഹിമുഹ ബിഹൈലത്തിൻ വലാ തുസ്തബ്റഉൽ ഗദ്റാഉ. വിൽക്കുകയോ അതല്ലെങ്കിൽ സമ്മാനമായി കൊടുക്കുകയോ ചെയ്തു കഴിഞ്ഞിട്ട് പുതിയ ഉടമസ്ഥൻ്റെ കാര്യമായിരിക്കും പറയുന്നത്. അപ്പോൾ ഭർത്താവ് പറയുകയാണ്, ഗർഭിണിയാണെങ്കിലും കെട്ടിപ്പിടിക്കുന്നതിനൊന്നും കുഴപ്പമില്ല അടിമ പെൺകുട്ടി. അപ്പോൾ ഉടമയുടെ അടിമ പെൺകുട്ടി എന്ന് പറയുന്നത് ഏകദേശം ഭാര്യയുടെ സ്ഥാനമാണ്. അടിമ പെൺകുട്ടിയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പാടില്ല. അള്ളാഹു പറയുന്നു, നിങ്ങളുടെ ഭാര്യമാരൊഴികെയും നിങ്ങളുടെ വലങ്കൈ അധികാരപ്പെട്ട അല്ലെങ്കിൽ വലങ്കൈയുടെ അധികാരത്തിൽ വരുന്ന അടിമ സ്ത്രീകളെയും ഒഴികെ. അപ്പോൾ അടിമ സ്ത്രീ എന്ന് പറയുന്നത് ഭാര്യയ്ക്ക് തുല്യമാണ്. 70-ാം സൂറത്ത് 30-ാമത്തെ ആയത്ത്. വഖാല അതാഉൻ ലാ ബഅസ അൻ യുസീബ മിൻ ജാരിയത്തിൽ ഹാമിലി മാ ദൂനൽ ഫർജ്. വഖാല അല്ലാഹു തആല ഇല്ലാ ലാ അസ്വാജിഹിം ഔ മാ മലകത് ഐമാനുഹും അൽ മുഅ്മിനൂൻ 6. ഇതിലൊരു കാര്യം കണ്ടത് എന്ന് പറഞ്ഞാൽ വിശദീകരണത്തിൽ 70-ാമത്തെ സൂറത്ത് 30-ാമത്തെ ആയത്ത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ഹദീസിൽ അറബിയിൽ പറഞ്ഞിരിക്കുന്നത് മുഅ്മിനൂൻ 6 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ആയത്ത് ഒരേ ആയത്ത് തന്നെ രണ്ട് സ്ഥലത്തും വന്നിട്ടുണ്ട്. അവ രണ്ട് ശരിയാണ്. അള്ളാഹു എല്ലാ കാര്യങ്ങളും ഏറ്റവും നന്നായി അറിയുന്നു. നിങ്ങളിത് കാണുക, ഖുർആൻ പഠിക്കുക, എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ബാറക്കല്ലാഹു ലി വലക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.